Hi, good evening all. Good evening, ma'am. Good evening. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. മിറാലെക്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ഒരു ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വേഷങ്ങൾക്കപ്പുറം യഥാർത്ഥ ഞാൻ എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നിരവധി വേഷങ്ങൾ ചെയ്യുന്നവരാണ് അല്ലേ? ഓരോ മേഖലയിലും നമ്മുടെ ലൈഫിൽ അച്ഛനായിട്ടും അമ്മയായിട്ടും ഭാര്യ ഭർത്താവ് ജോലിക്കാര് അങ്ങനെ ഓരോ ദിവസവും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവോ ഈ എല്ലാ വേഷങ്ങൾക്കപ്പുറം ഞാൻ ആരാണെന്നുള്ളത്? പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകളിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വയത്തെ മറന്നു പോകാറുണ്ട്. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനിടയിൽ നമ്മുടെ ഉള്ളിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോവാറുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫായി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് മെഡിറ്റേഷൻ ട്രെയിനറും ടീച്ചറുമായിട്ടുള്ള ബോബി മഹീന്ദ്ര മാം ആണ്. മാമിനെ ഈ ഒരു സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാം സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു. ശരിക്കും എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മള് ശരിക്കും ഇപ്പം നമ്മൾ 13 പേരുണ്ട്. ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഈ 13 പേരും നമ്മൾ എന്താണ് ശരിക്കും നമുക്കൊരു ഇന്നർ പീസും അല്ലെ, നമ്മളെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണം എന്ന് വിഷ് ചെയ്യുന്ന ഓരോരുത്തരുമാണ് നമ്മളല്ലേ. അപ്പം മാം പറഞ്ഞതുപോലെ ഞാൻ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് എന്തോ കൂടെ വോളിയം വേണമായിരുന്നു, കുറച്ചും കൂടി. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. ആണോ? ഞാൻ മാക്സിമം സൗണ്ട് ആണ് വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? കുറച്ചും കൂടെ ഞാൻ സൗണ്ട് കൂട്ടി പറയാട്ടോ. കേക്കാമോ? ഇപ്പൊ കേക്കാമോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. എന്തേലും ഇതുണ്ട് പറയണം കേട്ടോ. ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല, വെറുതെ ടാബില് ഇതെല്ലാം പറയുന്നത്. അപ്പൊ എന്തേലും കുറവുണ്ടേ പറയണം കേട്ടോ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാനും ഭയങ്കര അങ്ങ് നല്ല പ്രാക്ടീഷണറോ അത്രയൊന്നും ആയിട്ടൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെ കുറേ കുഞ്ഞിലേ തൊട്ടേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് ഓരോന്ന് ചെയ്ത് മനസ്സിലാക്കി പോവാം, അതല്ലേ നല്ലത്? ഓക്കെ. നമുക്ക് ഇപ്പൊ എൻ്റെ പേരൊക്കെ പറഞ്ഞു. പേര് ബോബി മഹേന്ദ്ര എന്നാണ്. ഇപ്പം നമ്മളിവിടെ ശരിക്കും ഈ മിറലെക്സ് അക്കാദമിക്ക് ശരിക്കും നമ്മൾ നന്ദി പറയണം അല്ലേ. അതായത് നമുക്കിങ്ങനെ ഒന്നിച്ചു കൂടാനും നമുക്കിങ്ങനെ ഒരു ടോപ്പിക്കൊക്കെ പ്രസന്റ് ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ അവസരം തരുന്നതിന്. അപ്പൊ ഞാൻ അതായത് നമ്മൾ കുറേ വേഷങ്ങൾ അല്ലേ ചെയ്യുന്നുണ്ട്. മാം ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ അച്ഛൻ, അമ്മ, സഹോദരി അല്ലെങ്കിൽ സഹോദരൻ അല്ലെ, അങ്ങനെ കുറേ റോൾസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്ത ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ചെയ്ത കുറെ റോൾസ് ഒന്ന് പറയാമോ, ഷെയർ ചെയ്യാമോ? എന്തൊക്കെ റോൾസ്? കുറേ പേർക്ക് കുറേ പറയാനുണ്ടാവും, ചിലർ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും ഒന്ന് ഷെയർ ചെയ്യാമോ? ഹലോ മാം, എൻ്റെ പേര് അസ്നാശ്വരൻ. അസ്ന, ഓക്കെ, മോളെ പറഞ്ഞോ. നീ പറയുന്നത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്തൊക്കെ റോൾ എടുത്തെന്നോ? അതെ. അതായത് ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയം തൊട്ട് അല്ലെ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചാടി എഴുന്നേക്കുമായിരിക്കും. അയ്യോ എനിക്കിന്ന് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു വിടണം, അല്ലെങ്കിൽ എനിക്ക് ചായ ഇടേണ്ട സമയം കഴിഞ്ഞു പോയി അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് തന്നെ ചിലപ്പോൾ ഒന്നും ചിന്തിക്കുന്നുണ്ടാവില്ല അല്ലെ. നമ്മൾ ആദ്യം ചാടിയിരിക്കുന്നത് ഒരു പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി സാധാരണ എങ്ങനെയായിരിക്കും, എന്തൊക്കെ റോൾ ചെയ്യുന്നുണ്ടെന്നാണ് മോള് പറഞ്ഞു നോക്കിക്കോ. ഓക്കെ. ഇനിയിപ്പോ ഇന്ന് രാവിലെ നീച്ചറിഞ്ഞാൽ നമ്മള് വൈഫിന്റെ റോളൊക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്യാം. പിന്നെ മദർ,
ഏറ്റവും കൂടുതൽ അതേക്കാരം. പിന്നെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റുഡന്റ് ആയിട്ട് ഏക്കാരം. കാരണം നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കും, മെഡിറ്റേഷൻ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് അതിൽ നിൽക്കുന്നത്. അപ്പൊ ഒരു സ്റ്റുഡന്റ് ആവും. പിന്നെ എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്സ് ആയിരിക്കാം. പിന്നെ നമ്മൾ ചില ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക, അങ്ങനെ ആയിരിക്കാം. പിന്നെ പിന്നെ ലാസ്റ്റ് പറഞ്ഞാല് ഒരു മെന്റർ ആയിട്ട് എന്നിപ്പോ ഒരു ക്ലാസ് എടുത്തു. അപ്പൊ അതിനൊക്കെ തോന്നുന്നത് മെന്റർ ആയിട്ടല്ല അവിടെ ക്ലാസ് എടുക്കണത്. അതെ 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 അതെ. അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. പെട്ടെന്നുള്ള, അതായത് നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാനുള്ളത് തന്നെ നമ്മുടെ ഒരു പ്രത്യേക ശേഷിയാ അല്ലെ മനുഷ്യന്റെ. വെരി ഗുഡ് കേട്ടോ. താങ്ക് യു. വേറെ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? കുറെ റോൾസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ, ഒഫീഷ്യലായിട്ടും അല്ലെങ്കിൽ നമ്മൾ ആസ് എ ഹോം മേക്കർ ആയിട്ട് അല്ലെ, കുറെ റോൾസ് നമ്മൾ ചെയ്യുന്നവരുണ്ട്. വേറെ ആരെങ്കിലും കുറെ കാര്യങ്ങൾ വേറെ ഷെയർ ചെയ്യാനുണ്ടോ? മാം, ഞാൻ ശോഭ. ഓക്കെ. ഞാൻ രാവിലെ ആസ് എ മദർ, പിന്നെ വൈഫ്, പിന്നെ നെയ്ബറിന്റെ പിന്നെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സുമായിട്ട് കുറച്ചു നേരം പങ്കിട്ടു. പിന്നെ ഹൗസ് ഹോൾഡ് തിങ്സ്. അങ്ങനെയായിരുന്നു ഇന്നത്തെ എന്റെ ഇത്. ഇപ്പൊ ഈ ക്ലാസ്സിലും പങ്കെടുക്കും ഞാൻ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും അല്ലെ, നമ്മൾ രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ആരെങ്കിലും നമ്മൾ എന്താണെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പം ആദ്യം ഒരു 5 മിനിറ്റ് ക്വയറ്റ് ആയിട്ട് ഇരുന്ന് നിന്ന് നമ്മൾ കിടക്കുമ്പോഴേ പ്ലാൻ ചെയ്യുമായിരിക്കും, എങ്കിലും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ. ക്ലിയർ ആണോ മാം? ഇപ്പൊ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ശാന്തതയോടെ, പണ്ടൊക്കെ ഉള്ളവർ അങ്ങനെ പറയും അല്ലെ, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വളരെ ക്വയറ്റ് ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് അല്ലെ, റൈറ്റ് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് അങ്ങനെ ചരിഞ്ഞ് അങ്ങനെയൊക്കെ വേണം എഴുന്നേറ്റ് വരേണ്ടത് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എത്ര പേര് അങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും എല്ലാ മനുഷ്യരും അല്ലെ, പൊതുവെ ആണാണേലും പെണ്ണാണേലും അല്ലെ, ഇതിപ്പോ മെന്നാണേലും അതെ, വിമൻ ആണേലും അതെ, നമ്മൾ എപ്പോഴും നമുക്ക് ചെയ്യാനുള്ള റോൾസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലെ. നമ്മൾ മോഹൻലാൽ, മമ്മൂട്ടി, അവർക്ക് നമ്മുടെ ഫേവറേറ്റ് ആക്ടേഴ്സ് ആണ് അല്ലെ. നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നത്? അവരുടെ റോള് മനോഹരമായിട്ട് ചെയ്യുന്നല്ലേ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരുടെ റോള് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും? ആ റോളിൽ തന്നെ അത് മാത്രം ചിന്തിച്ചുള്ള ജീവിതമാണോ അവർക്ക്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതായത് ഒരു ആക്ടർ, നമ്മുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആക്ടറിനെ വിചാരിച്ചോ, അവർ ആ റോളിൽ തന്നെ, അതായത് അമ്മയാണെങ്കിൽ ആ അമ്മയുടെ റോളിൽ മാത്രം, എന്ന് വെച്ചാൽ ഞാൻ ആ ഫിലിമിൽ ആ ക്യാരക്ടർ തന്നെ റിപ്പീറ്റ് വേറെ ഫിലിമിൽ ചെയ്യുന്നു എന്നുള്ളതല്ല, അതിൽ തന്നെ ജീവിച്ചു പോവുകയാണോ? അത് അവർക്ക് വേറെ അവരുടെ ലൈഫിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളും രീതികളും ഒക്കെ ഉണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഓക്കെ, ശോഭ മാമിന്റെ എനിക്ക് കാണാം കേട്ടോ. ബാക്കി ആരെന്താ റെസ്പോണ്ട് ചെയ്യുന്ന എനിക്ക് അറിയുന്നില്ല. ഓക്കെ, എന്തായാലും ഞാൻ വിചാരിക്കുന്നു നമ്മളെല്ലാവരും നമ്മുടെ റോളുകൾ നമുക്ക് എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട്. നമ്മൾ ഓരോ മിനിറ്റും വിചാരിക്കുന്ന എന്താ, ഞാനിത് ചെയ്തില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നും നടക്കില്ല അല്ലെ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, അമ്മയായിട്ടുള്ള നമ്മൾ വിചാരിക്കും, ഞാൻ ഒരു ദിവസം ഈ വീട്ടിലില്ലെങ്കിൽ ഇതെല്ലാം ഡിസോർഡർ ആവും, എല്ലാ കാര്യങ്ങളും ഇതായി പോവും. പക്ഷെ എത്രയോ അമ്മമാർ ഈ ഭൂമിയിൽ ഇല്ലാതായി. എല്ലാം റെഗുലർ ആയിട്ട് നടക്കേണ്ട പോലെ നടന്നു പോകുന്നില്ലേ അല്ലേ? അപ്പൊ നമ്മൾ സമാധാനമായിട്ട് നമുക്കൊരു ഇന്നർ പീസ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തും അല്ലെ? നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, ഹൗ ടു ഐഡന്റിഫൈ അവർ സെൽഫ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്വത്വത്തെ, നമുക്ക് സ്വയം എന്ന് പറയുന്നത്, നമുക്കൊരു ഇന്നർ പീസ് ഉണ്ട്, അതെന്താണ്, അതെങ്ങനെ നമ്മൾ കണ്ടെത്തും? അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ റോൾ ഒന്നും നമ്മൾ ചെയ്യണ്ട, നമ്മളിങ്ങനെ ഈ വലിയ സ്വാമിമാരൊക്കെയോ അല്ലെങ്കിൽ വലിയ ഫേമസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വലിയ സന്യാസിമാരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചില സ്ഥലത്തൊക്കെ, അവർ അതുമാത്രമായിട്ട് ഇരിക്കുന്നു, അവർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും അല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും
നമ്മൾ നമ്മുടെ സെൽഫിനെ അറിഞ്ഞാണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ല അല്ലെ. നമ്മൾ എന്തൊക്കെ ഹറിബറി ആയിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡിലാണ് ചെയ്ത് നിൽക്കുന്നത് അല്ലെ, ഒരു റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ധൃതി പിടിച്ച്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്പീഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഒന്നിനൊരു സുഖം കാണൂല അല്ലെ, നമുക്കും സമാധാനം ഇല്ല, ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കും ഒന്നും ഒരു ടേസ്റ്റ് കാണൂല, നമ്മൾ എന്ത് ചെയ്യുന്നതിനും ഒരു പെർഫെക്ഷൻ കാണൂല അല്ലെ. അപ്പൊ നമ്മൾ എന്താ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്? നമുക്ക് എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. അതെന്താണ്? അത് നമ്മൾ തിരിച്ചറിയണം അല്ലെ. നമുക്കിപ്പോ 1 മിനിറ്റ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണടച്ച്, ഒന്നും വേണ്ട കേട്ടോ, വെറുതെ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. കണ്ണ് ചെറുതായിട്ടൊന്ന് അടച്ചിട്ട് നമ്മുടെ ബ്രീത്ത് മാത്രം. എനിക്ക് കുറേ വർഷങ്ങളോളം കൺഫ്യൂഷൻ ആയിരുന്നു. ശരിക്കും എനിക്ക് ഇങ്ങനെ ബ്രീത്ത് മൂക്കിലൂടെ വന്ന് ബോഡിയിലൊക്കെ പോയി തിരിച്ചു പോകുന്നുണ്ടോ, എനിക്ക് കൺഫ്യൂഷനാ. അതിങ്ങനെയൊക്കെ വന്ന് പോകുന്നു, ഞാൻ ഒരിക്കലും അത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പതുക്കെ പതുക്കെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറേ വർഷങ്ങളായപ്പോഴാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇതിങ്ങനെ മൂക്കിലൂടെ കയറി പതുക്കെ പോയി തിരിച്ചു പോകുന്നുണ്ടെന്നൊക്കെ അല്ലേ. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാമായിരിക്കും അല്ലേ. അല്ലെ നമ്മൾ എന്ത് വിചാരിക്കും, ശരിക്കും ഇത് ബ്രീത്തിങ് എന്ന് പറയുന്നത് എണ്ണണം 1 2 3 ഒക്കെ കൗണ്ട് ചെയ്താലേ ഈ ബ്രീത്ത് വരുന്നതും പോകുന്നതും അറിയാവൂ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. കണ്ണടച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ക്ലോസ് യുവർ ഐസ്, then try to feel our breath. ഒരു 2 minutes മതി കേട്ടോ. Okay, slowly open your eyes. നമ്മൾ ആ ജസ്റ്റ് ഒരു 1 minute അല്ലെങ്കിൽ 2 minute നമ്മളൊന്നിങ്ങനെ, ഞാൻ ഭയങ്കര വലിയ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞത്, ജസ്റ്റ് നമ്മളൊന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് വരുന്നുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാമോ ആരെങ്കിലും? എന്താ നമുക്ക് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കണ്ണ് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു കൂൾനെസ് ഫീൽ ചെയ്യും, ഒരു ഹാപ്പിനെസ്. ഓക്കെ, നമുക്കൊരു കൂൾനെസ് അല്ലെ, ഒരു ഹാപ്പിനെസ്, എന്തോ ഒരു അല്ലെ, ഒരു സുഖം, എന്തോ ഒരു തണുപ്പ് അല്ലെ, എന്തോ ഒരു സുഖം. എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്കറിയില്ല. അതുപോലത്തെ ഒരു റിലാക്സേഷൻ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. അത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? നമ്മൾ സൈലന്റ് ആയപ്പോഴാണ് അല്ലെ. നമ്മൾ 1 മിനിറ്റ് ആണ്, ആ 1 മിനിറ്റ് സൈലന്റ് ആയപ്പോഴാണ്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ സെൽഫിനെ തിരിച്ചറിയും? അപ്പൊ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നിശബ്ദതയിൽ ഇരിക്കുക. നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമുക്കത് സാധിക്കും. നമ്മൾ ആ ചെയ്യുന്ന ജോലി കാമായിട്ട്, ക്വയറ്റായിട്ട്, സൈലന്റ് ആയിട്ട് ആ ജോലിയിൽ തന്നെ ശ്രദ്ധിച്ച് അല്ലെ. നമ്മളിപ്പോ അതിനൊരു വേർഡ് പറയും, മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. അപ്പൊ അതിൽ തന്നെ മുഴുകി, അതിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക അല്ലെ. അപ്പൊ നിശബ്ദതയിൽ ഇരിക്കുക, അതാണ് ഫസ്റ്റ് പോയിന്റ്. നമ്മളെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളില്. ആദ്യത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ആദ്യമായിട്ട് നമ്മൾ നിശബ്ദതയിൽ ഇരിക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? ഞാൻ ഈ കുറേ വേഷങ്ങളൊക്കെ, കുറേ റോൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതാണോ യഥാർത്ഥ ഞാൻ? എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഇല്ലേ അല്ലേ? ആ ഐഡന്റിറ്റിയിൽ ഞാൻ ആരാണ്? അപ്പൊ ചിലപ്പോൾ പല ഇത് വരുമായിരിക്കും, ഞാൻ അമ്മയാണ്, ഞാൻ അല്ലെങ്കിൽ അച്ഛനാണ്, ഞാൻ ഇന്നതാണ്, അങ്ങനെ. അതൊന്നുമല്ലാതെ എനിക്ക് എൻ്റെതായ ഒരു ഇന്നർ സെൽഫ് ഉണ്ട്. അതെനിക്കൊന്ന് കാണാൻ, എനിക്കൊന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണം അല്ലെ. അത് നമുക്ക് തെളിഞ്ഞു കിട്ടും എപ്പോൾ? നമ്മൾ നിശബ്ദരാകുമ്പോൾ. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നും ഒരു 5 മിനിറ്റ്, കൂടുതൽ സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് റെഗുലർ ആയിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക. ഓക്കെ. ചില സമയത്ത് നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ചില സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം വരും അല്ലെ. എന്തായിരുന്നു ഞാൻ കുറെ കാലം കിടന്ന് കാണിച്ചത്, എന്തായിരുന്നു ഓട്ടം അല്ലെ. ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണ് എല്ലാം എന്ന് അല്ലെ. ഞാൻ പറയുന്ന പോലെ എല്ലാവരും വരണമെന്ന് ഞാൻ വിഷ് ചെയ്തു. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ എന്തൊക്കെയാ കാണിക്കുന്നത്. അവർക്ക് കുറെ ഇഷ്ടങ്ങളുണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വരാൻ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ എഴുന്നേൽക്കണം അല്ലെ. നമുക്ക് ദേഷ്യം
അല്ലെ? അവര് ചിലപ്പോൾ വിഷ് ചെയ്യുന്നത് ആ സമയത്ത് പൊതിച്ചു മൂടി സുഖമായിട്ട് കിടക്കാനായിരിക്കും. പക്ഷെ നമ്മൾ ജോലി ചെയ്ത് ഇവര് കറക്റ്റ് ടൈമിൽ എഴുന്നേറ്റേ പറ്റൂ, ഈ സമയത്ത് പഠിച്ചേ പറ്റൂ. പക്ഷെ നമുക്കറിയാം എത്ര പഠിച്ചവരാ വെറുതെ നിൽക്കുന്നത്, അല്ലെ? എന്നാൽ പഠിക്കാത്ത എത്രയോ പേര് നല്ല നല്ല പോസ്റ്റിൽ, നല്ല നല്ല പൊസിഷനിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. പക്ഷെ നമ്മൾ എല്ലാത്തിനും ഒരു റെഗുലർ റൂട്ടീൻ ഉണ്ടാക്കി കൊടുക്കണം, കുട്ടികൾക്ക് നല്ല ചിന്തകൾ വളർത്തി കൊടുക്കണം, അവര് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കണം, എല്ലാം വേണം. പക്ഷെ ഒന്നിനായിട്ടും നമ്മൾ അവരെ കമ്പൽ ചെയ്യരുത്. അവരെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അതല്ലേ വേണ്ടത്? എന്ത് തോന്നുന്നു? അതല്ലേ ശരി? യെസ് മാം. ഓക്കെ, താങ്ക് യു ഹസ്ന കേട്ടോ. ഒന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടേ. ഓക്കെ, അപ്പം അതാണ് ഏറ്റവും രണ്ടാമത് പറയാനുള്ളത്. ആദ്യം നമ്മൾ നിശബ്ദരാവുക, നമ്മൾ നമ്മളോട് തന്നെ പറയുക നമ്മൾ എന്താണെന്ന് അറിയാൻ നമ്മളെ സഹായിക്കുക, അല്ലെ? പിന്നെ ചില സമയത്ത് നമുക്ക് നല്ല ദേഷ്യം, കോപം, അല്ലെ? ദേഷ്യത്തിന് വേറെ നമ്മൾ പറയുന്ന കോപം, പിന്നെ മറ്റുള്ളവരോടുള്ള വെറുപ്പ്, അസൂയ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും, അല്ലെ? നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ പല വികാരങ്ങളും കടന്നു വരും. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കമ്പൽ ചെയ്യരുത്, ഒരിക്കലും ഒന്നിനും കമ്പൽ ചെയ്യണ്ട. നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ എക്സ്പീരിയൻസസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്താണ് ശരി, എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരിക. നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമായ ഒരു കാര്യം ഉണ്ടായി, നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കും, അല്ലെ? അടുത്ത ഒരു 2 ദിവസത്തിനുള്ളിൽ ഭയങ്കര സങ്കടം ഉണ്ടായി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ തകർന്നു, അല്ലെ? അങ്ങനെ ആവരുത്. നമ്മൾ ഇമോഷണലി നമ്മൾ എങ്ങനെയാവണം? ഒരു ബാലൻസ്ഡ് ആവണം. നമ്മുടെ വികാരങ്ങളെ എത്ര വലിയ സന്തോഷത്തിലും ഒത്തിരി അഹങ്കരിക്കാതെയും എത്ര വലിയ സങ്കടത്തിലും ഒത്തിരി തകർന്നു പോകാതെയും, ഇതൊക്കെ ലൈഫിൽ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ഈ സ്ട്രഗിൾസിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. ആ സ്ട്രഗിളിന്റെ ടൈമിലും അതിന്റെ പോസിറ്റീവ്സ് മനസ്സിലാക്കി അതിൽ നിന്ന് ഉയർന്നു വരാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ എന്തൊക്കെ റോൾ ചെയ്താലും നമ്മളിലുള്ള ആ ഇന്നർ പീസിനെ, നമ്മുടെ സ്വയം, നമ്മൾ എന്താണ് നമ്മുടെ സെൽഫ് എന്നുള്ളത് അറിയാൻ നമ്മുടെ സൈലൻസ് ആണ് നമ്മളെ സഹായിക്കുന്നത്, നിശബ്ദത. അതിനാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് മണിക്കൂറുകളോളം ഇരുന്ന് ചെയ്യണമെന്നുള്ളതല്ല. നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മൈൻഡ്ഫുൾ ആയിട്ട്, അല്ലെ? നമ്മൾ പണ്ടുള്ളവരോടും ഈ വേടൊന്നും പറയണ്ട. അവർ ചെയ്യുന്ന ജോലി കണ്ടിട്ടില്ലേ? പഴയ അമ്മമാരൊക്കെ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാ അവർ അതിൽ തന്നെ ഇങ്ങനെ ഒത്തിരി ക്ലീൻ ആയിരിക്കും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെ? ഒരു പാത്രം കഴുകുന്നതാണെങ്കിലും ഒരു സ്ഥലം വൃത്തിയാക്കിയിടുന്നതാണെങ്കിലും ഒക്കെ. നമ്മൾ ഈ കുറേ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒന്നിനും സമയമില്ലാതെ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചിന്തകളെ ഇങ്ങനെ ശ്രദ്ധിക്കും, അല്ലെ? നമ്മുടെ ചിന്തകള്, നമുക്ക് ആദ്യം വരുന്ന ചിന്തകൾ എന്തായിരിക്കും? നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്നൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ അയാളുടെ ലൈഫില്, ഇവിടെ അറിയാവുന്ന കുറെ പേരുണ്ടാവും, അല്ലെ? നമുക്ക് വരുന്ന കൂടുതൽ ചിന്തകളും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? ഉറപ്പായിട്ടും എന്ത് തോട്ടായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും. കൂടുതലും വരുന്നത് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അപ്പൊ ഉടനെ നമ്മൾ അയ്യോ എനിക്ക് മാത്രമാണ് ഈ നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് ഈ നെഗറ്റീവ് തോട്ട്സേ എന്റെ ലൈഫിലുള്ളൂ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട. ഇതെല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ചിലര് ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് പോസിറ്റീവ് കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കും. ഒരാവശ്യവും ഇല്ല, അത് വരട്ടെ പോട്ടെ. നമ്മൾ പ്രവർത്തികളിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്ത് പതുക്കെ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ അങ്ങനെയല്ല, അല്ലെ? അതിങ്ങനെ ആൻസർ കൊടുത്തല്ല, നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസസ് നമ്മളെ അങ്ങനെ ആക്കിക്കോളും. നമ്മൾ പഠിച്ചിട്ടില്ലേ സ്ട്രഗിൾസ്? നമുക്ക് എന്തിനാ സ്ട്രഗിൾസ് കിട്ടുന്നത്? ലൈഫിൽ സ്ട്രഗിൾസ് എന്താ? സ്ട്രഗിൾസ് മേക്സ് എസ് സ്ട്രോങ് എന്നാണ്, അല്ലെ? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ എന്താക്കും? ശക്തരാക്കും. ആണോ? ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ സ്ട്രഗിൾസ് നമ്മളെ ശക്തരാക്കുമെന്ന്? ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഓക്കെ, നമുക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് ഇതൊന്നും പറ്റൂല, ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് പോകാന്നൊക്കെ തോന്നും, അല്ലെ? പക്ഷേ അടുത്ത പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചും കൂടെ ബോൾഡായിട്ട് അതിനെ നേരിടും. പിന്നെ നമ്മൾ ചിലപ്പോൾ കരയാതെ ഇരിക്കും, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ജീവിതത്തിൽ ബോൾഡായത്? അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും
എല്ലാം നമ്മൾ അത് പഠിക്കണം, ശീലിക്കണം. നമ്മൾ എങ്ങനെയാ ഒന്നിനോട് ചാടി കയറി റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അതത്ര ഈസിയായ കാര്യമല്ല അല്ലെ. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ, വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, വീട്ടില് ഹസ്ബൻഡ് വന്ന് ദേഷ്യപ്പെട്ട് നമ്മളോട് കുറെ പറയാം. അപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്യുക? അതിനേക്കാളും ദേഷ്യത്തിൽ റിപ്ലൈ കൊടുക്കുക. അപ്പൊ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ പ്രശ്നം എന്തായി തീരും? ഭയങ്കര പ്രോബ്ലം ആവും അല്ലെ. ആ വീട്ടിൽ കുട്ടികൾക്കും ടെൻഷൻ ആവും, ആകെ ഇതാവും. പക്ഷെ അവിടെ ഒരാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് അതിന്റെ ഇന്നതാണ് എന്ന് മനസ്സിലായിട്ട് ഒരാൾ ക്വയറ്റായി നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യം ദേഷ്യപ്പെട്ട ആൾക്ക് അയാൾ പറഞ്ഞത് മോശമായി പോയി അല്ലെ, അങ്ങനെ ദേഷ്യപ്പെടേണ്ടായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു ഇത് കിട്ടും. അയാൾ പതുക്കെ. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? യെസ് മാം. ഓക്കെ, എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും മാം. ഞാൻ ഓക്കെ. പറയുകയാണെങ്കിൽ എൻ്റെ ഒരു മോന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണേ. അതായത് അവന് ബിടെക് സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയത്ത് അവനൊരു സെമിസ്റ്റർ എക്സാം ആണ്. ആ എക്സാം അവൻ ടൈം മാറിപ്പോയിട്ട് അവൻ വന്ന് പറയണമേ സോറി എന്ന് പറഞ്ഞ എന്നെ ബാക്കിൽ കെട്ടിപ്പിടിച്ചോണ്ട് പറയാണ്. സെമിസ്റ്റർ എക്സാം ആണെന്ന് ഓർക്കണേ. ഇന്ന് ഞാൻ ടൈം മാറിപ്പോയിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല അമ്മയെന്ന് പറയണം. ഞാൻ അവിടെ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. കാരണം എനിക്കറിയാം അവന് ഇനിയും സമയമുണ്ട്, അത് സപ്ലി പോലെ എഴുതേണ്ടി വരുന്ന എനിക്കറിയാം. പക്ഷെ അവിടെ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ. പക്ഷെ അത് അവന് ഭയങ്കരമായിട്ട് ടച്ചായി. അതിനുശേഷം അവന്റെ പെരുമാറ്റത്തിലെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സ്നേഹം എന്നുള്ളതാണ്. അതൊരു ഇൻസിഡന്റ് ആണ് എന്റെ. പക്ഷെ അവന്റെ ബിടെക് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഒരുപാട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അവന് സപ്ലി ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതിയെടുത്ത് ഈ മെയിൽ അവന്റെ ക്ലാസ് കഴിഞ്ഞു. ജൂലൈ ആകുമ്പോഴേക്കും അവനൊരു കമ്പനിയിൽ കയറി. ഇപ്പൊ ഒരു അശോക് ലേലൻ കമ്പനിയിൽ അവന് വർക്ക് ചെയ്യാണ് ഇപ്പൊ. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട്, ഞാൻ ആ സമയത്ത് ഓരോ സമയത്തും അവരെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും? താങ്ക് യു കേട്ടോ മാം, വെരി ഗുഡ്. അടുത്ത് നമ്മള് വേറെ ആരെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ആ കുട്ടി വന്ന് നമ്മളോട് പറയുവാണ്, ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഉടനെ എന്താ ചെയ്ത്, നമ്മൾ ചിലപ്പോൾ അതിനേക്കാളും ടെൻഷൻ അടിക്കും. അയ്യോ എഴുതാൻ പറ്റിയില്ല, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച് ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടോ? ഇല്ല, ഓൾറെഡി എഴുതാൻ പറ്റിയില്ല. വീണ്ടും നമ്മൾ എല്ലാവരും ടെൻഷൻ അടിക്കാന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ പകരം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഇപ്പൊ മാം ചെയ്തതുപോലെ വളരെ റിലാക്സ്ഡ് ആയിട്ട് സംഭവിച്ചത് കഴിഞ്ഞു, ഓക്കെ, ടൈം ഉണ്ട്, നമുക്ക് ഇനിയാണെങ്കിലും എഴുതാം. അപ്പൊ കുട്ടിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും പിന്നെ അവൻ എന്തും അമ്മയോട് ഷെയർ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഉണ്ടാവും. എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് എന്തും ഷെയർ ചെയ്യാം എന്നൊരു ധൈര്യവും ഉണ്ടാവും. അപ്പം നമ്മൾ എൽഡേഴ്സ് എന്നുള്ള രീതിയിൽ, മുതിർന്നവർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊരു മോഡൽ ആവുക ത്രൂ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യുമ്പോഴും ശാന്തമായിട്ട് മനസ്സിനെ ക്വയറ്റാക്കിയിട്ട് ആരോടും ഒന്നിനോടും ദേഷ്യപ്പെടാതെ. അതത്ര ഈസി അല്ല. നമ്മുടെ പ്രാക്ടീസ് കൊണ്ടും നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ മാം പറഞ്ഞത് എത്ര നല്ല ഉദാഹരണം അല്ലെ. ആ സമയത്തൊക്കെ അത്രയും നന്നായി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര ഈസി ആയ കാര്യമല്ല. നമുക്കിത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ എന്ന് പറയുന്നത് ഈ അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, എന്നൊക്കെ പറയുന്നതിനപ്പുറം, സഹോദരൻ, സഹോദരി എന്നൊക്കെ പറയുന്നതിനപ്പുറമായിട്ട് നമ്മൾ ആരാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഡിവൈൻ്റെ ഒരു ചെറിയ പീസ് മാത്രമാണ്. തോന്നുന്നുണ്ടോ എല്ലാവർക്കും അങ്ങനെ? ഞാനിത് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ, ഒരു ചെറിയ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു സാധാരണ ടീച്ചറാണ്. റോസ്ലി എന്നാണ് ടീച്ചറിന്റെ പേര്. ഇപ്പൊ ടീച്ചറിന് 2 കുട്ടികളാണ് ഉള്ളത്. ടീച്ചർ ഒരിക്കൽ പോലും ഇങ്ങനെ വർത്തമാനത്തിന്റെ ഇടയിൽ പറയുക, ഞാൻ ഒരിക്കൽ പോലും എൻ്റെ മക്കളോട് ദേഷ്യപ്പെടേണ്ടിയോ ബഹളം വെക്കേണ്ടിയോ വന്നിട്ടില്ല. ടീച്ചർ ഓൾവേസ് ക്വയറ്റാണ്, എപ്പോഴും ശാന്തയാണ്. അപ്പൊ ടീച്ചർ അതിന് പറഞ്ഞ റീസൺ എന്താണെന്ന് അറിയാമോ? ഈ കുട്ടികളെ എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ്. എന്തിനാ? അവരെ നന്നായി, അത് ദൈവത്തിന്റെ കുട്ടികളാണ്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യുക? നന്നായി നോക്കി വളർത്തി ദൈവത്തിന് തന്നെ തിരിച്ചു നൽകുക, എല്ലാ പെർഫെക്ഷനോടും കൂടി. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഈ ഭൂമിയിലുള്ള എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ.
നമുക്ക് എന്തുകൊണ്ട് എങ്ങനെ നമുക്ക് സാധിക്കുന്നു നമ്മുടെ എന്ന് വെച്ചാൽ നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ, നമ്മളെല്ലാം സോൾമേറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ ഭൂമിയിലുള്ള വേറൊരു ലിവിങ് തിങ്ങിനോട് അല്ലെങ്കിൽ വേറൊരു ജീവിയോട് ദേഷ്യപ്പെടാൻ സാധിക്കുന്നു? എന്താണ് അതിന്റെ യഥാർത്ഥ റീസൺ? എപ്പോഴാണ് നമ്മൾ അങ്ങനെ ആയിത്തീരുന്നത്? ചില സമയത്ത് നമ്മളെല്ലാം ആസ് എ ഹ്യൂമൻ ബീങ്, മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എന്തു പറ്റും? നമ്മുടെ ചില സമയത്ത് അൺകൺട്രോൾഡ് ആയിട്ട് അല്ലെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭൂമിയിൽ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കേട്ടിട്ടുണ്ടാവാം. 1 രൂപ ചില്ലറ കിട്ടാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊല ചെയ്യുന്ന മനുഷ്യര് അല്ലെ. ഇവിടെയൊക്കെ വരുന്നത് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ വാശിയുടെയും ദേഷ്യത്തിന്റെയും ഒക്കെ പേരിൽ ഭൂമിയിൽ എന്തൊക്കെയാ നടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ആസ് എ പേഴ്സൺ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ശാന്തത തിരിച്ചറിയുക. അപ്പൊ നമുക്ക് എന്ത് പറ്റും? നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാനും അതുവഴി നമ്മുടെ വീടും സൊസൈറ്റിയും ഒക്കെ നന്നാക്കാനും സാധിക്കും. അതിന് ഏറ്റവും നല്ല, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. ടൂൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കൂടെ ഓരോ സെക്കൻഡ് നമ്മൾ കൊണ്ട് നടക്കേണ്ട, വിട്ടുപോകായിരിക്കും ചിലപ്പോഴൊക്കെ, എന്നാലും നമ്മൾ വിടാതെ പിടിച്ചു വെക്കേണ്ട ഒരിതെന്ന് പറയുന്നത് എന്താണ്? മെഡിറ്റേഷൻ തന്നെയാണ്. അതിപ്പോ നമ്മൾ നല്ല സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അറിയായിരിക്കും അല്ലെ, അവർക്ക് ചാൻറ്റ് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ എല്ലാ മതത്തിലും ഉണ്ട്, കണ്ടിട്ടില്ല നമ്മളിങ്ങനെ മാല വെച്ചിട്ട് എല്ലാ മതത്തിലും അത് ഉണ്ട്. നമ്മളിങ്ങനെ ചാൻറ്റ് ചെയ്യും. അത് 1 സെക്കൻഡ് പോലും അങ്ങനെ വിടാതെ എന്ത് പ്രവൃത്തിയിലും ചെയ്യുന്നവരുണ്ട്. എന്തും ചെയ്യുമ്പോൾ ചാൻറ്റ് ചെയ്തുകൊണ്ട് അത് അവരുടെ ലൈഫിന്റെ ഒരു പാർട്ടായി തീർന്നവരുണ്ട്. അവർക്കൊക്കെ എങ്ങനെ നെഗറ്റീവായി പെരുമാറാൻ സാധിക്കും അല്ലെ? അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്ത് സ്ട്രഗിൾസിനെയും അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ എന്തൊക്കെ നമ്മൾ ഈ ക്ലാസ്സിലൂടെ നേടാൻ പറ്റുമെന്ന് ചോദിച്ച ഒരു ഒബ്ജക്റ്റീവ്സ് അതിൽ കണ്ടു. നമ്മൾ സ്ട്രഗിൾസിനെ എങ്ങനെ നമുക്ക് സ്ട്രഗിൾസ് ഉള്ള ടൈമിൽ, അതായത് നമുക്ക് പ്രശ്നങ്ങളുള്ള സമയത്തും നമുക്ക് എങ്ങനെ പീസ് ആയിട്ട് വെക്കാം. അത് പ്രശ്നത്തിന്റെ ആ ഒരു എന്താ ഹൈറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉയർച്ച അനുസരിച്ച് നമുക്ക് അതിനെ പറയാം അല്ലെ. ഇപ്പൊ ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് വെച്ചോ, അതായത് ഇപ്പൊ ആരെങ്കിലും ഒന്ന് മരിച്ചുപോയി, അവിടെയൊന്നും നമുക്ക് ഒരിക്കലും നമ്മൾ അവരോട് കരയരുത് വിഷമിക്കരുത് എന്നൊന്നും പറയാനുള്ള ലെവലിലേക്കൊന്നും നമ്മളൊന്നും ആയിട്ടില്ല അല്ലെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ വലിയ VIPs ഒക്കെ മരിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോഴുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്നില്ല, ജസ്റ്റ് പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോഴോ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരൊക്കെ ഇങ്ങനെ കരയാതെ വിഷമിക്കാതെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇവർക്കൊന്നും വിഷമമൊന്നും ഇല്ലേ, ദുഃഖമൊന്നും ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ. അത് ശരിക്കും ഇല്ലാഞ്ഞിട്ടാണോ അത് അവർ ആ ലെവലിലേക്ക് ഉയർന്നിട്ടാണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ശരിക്കും അവര് ഭയങ്കര ഹൈ ലെവലിലേക്കൊക്കെ എത്തി അവർക്കൊരു മെഡിറ്റേഷനലി ഹൈ ആയിട്ടാണോ, അല്ലെങ്കിൽ അവരവരുടെ സെൽഫിനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ, അതായത് ഓരോന്നിനും ഒരു മരണം അല്ലെങ്കിൽ ഒരു ടൈം ഉണ്ട്, ആ ടൈമിൽ ഇത് ഇല്ലാതാകും എന്ന തിരിച്ചറിവ് കൊണ്ടാണോ എന്നറിയില്ല അല്ലെ. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് അതൊന്നും ഒരിക്കലും സാധ്യമല്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്ക് സാധ്യമാവും. ഓരോന്നും നമ്മുടെ ലൈഫിലെ ഓരോ പ്രോബ്ലത്തിന്റെ ടൈമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പീസ് ആവാൻ പറ്റും, സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. എങ്ങനെയാ? നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. ദേഷ്യപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ ബഹളം വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അല്ലെ. നമ്മള് ബി കാം, ക്വയറ്റ് അല്ലെ, ശാന്തരാകുക, സമാധാനത്തോടെ ഇരിക്കുക. അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക, നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തുക. അപ്പൊ നമ്മൾ വിചാരിക്കുക, അയ്യോ എനിക്ക് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു അമ്മ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ മുഖത്ത് ഒരു മേക്കപ്പ് ഇടാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മുഖം കഴുകി വൃത്തിയായി സുന്ദരിയായി ഒരു നല്ല ഡ്രസ്സ് ഇട്ട് നടക്കാനോ കഴിയാത്ത എത്രയോ അമ്മമാരുണ്ടല്ലേ. കണ്ടിട്ടില്ലേ നമ്മൾ പണ്ടുള്ള അമ്മമാരൊക്കെ? ഇപ്പോഴും ഉണ്ട്. ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടോ അല്ലെങ്കിൽ നല്ല ഒന്ന് വൃത്തിയായി മുടിയൊക്കെ കെട്ടി നന്നായിട്ട് ഒരുങ്ങി നടക്കാനോ പോലും സമയമില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട്. അപ്പൊ അവര് വിചാരിക്കുന്ന എന്താ, ഇത് എന്റെ റോളാണ്, ഞാൻ ഇത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്താലേ ഞാൻ അമ്മ എന്ന രീതിയിൽ സക്സസ് ആണെന്ന് പറയാൻ പറ്റൂ, അല്ല സക്സസ് എന്നല്ല, അമ്മ എന്ന രീതിയിൽ ഞാൻ ഓക്കെ ആണെന്ന് പറയാൻ പറ്റൂ.
അമ്മയുടെ റോൾ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് എൻ്റെ ഈ ഹാർഡ് വർക്ക് എന്ന് നമ്മൾ ചിന്തിക്കും. അതാണോ ശരി? അല്ല. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കഷ്ടപ്പാടുകളല്ല എൻ്റെ വർക്കിനെ ഓക്കെ ആക്കുന്നത്. ഞാൻ അത് എത്ര കാമായിട്ട്, എത്ര ക്വയറ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മൾ ശാന്തരാകുക. ഓരോ ദിവസവും കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് മതി. ഇപ്പൊ രാവിലെ നമ്മൾ ഒരു 5 മിനിറ്റ് കാമായിട്ട് അല്ലെങ്കിൽ ക്വയറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതുപോലെ ഉച്ചയ്ക്കും ഈവനിങ്ങും രാത്രിയും. ഓക്കെ, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി, ഈ 4 സമയം ഒരു 5 മിനിറ്റ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒന്ന് ക്വയറ്റാകുക. ഞാൻ ഇന്ന് എല്ലാം ചെയ്യുന്നത് ഓക്കെ ആയിട്ടാണോ? ഞാൻ എപ്പോഴെങ്കിലും ഭയങ്കര സ്ട്രെസ്ഡ് ആയോ? ഞാൻ ബഹളം വെക്കേണ്ടി വന്നോ? ദേഷ്യപ്പെടേണ്ടി വന്നോ? അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം ഉണ്ടായത്? ചിലപ്പോഴൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടാവും, നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? റിലാക്സ്ഡ് ആവുക. ഇതൊക്കെ സ്വാഭാവികമാണ്, പോട്ടെ, ഇനി അടുത്ത പ്രാവശ്യം ഓക്കെ ആവും, ടെൻഷൻ വേണ്ട. 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, അല്ലെ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി കണ്ടെത്തുമ്പോൾ ഉടനെ തന്നെ നമ്മൾ അതിന് എന്ത് പറയുക? നന്ദി പറയുക, അല്ലെ? നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തിനോട് നന്ദി പറയുക. എനിക്ക് ഈ 5 മിനിറ്റ് എനിക്കായി കിട്ടിയതിന്, എനിക്കായി ചെലവാക്കാൻ സാധിച്ചതിന് നന്ദിയുള്ളവരായിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയും കാര്യമേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ശാന്തരായിരിക്കുക, നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളിലുള്ള ശാന്തതയെ കണ്ടെത്തുക. ഏത് പ്രശ്നങ്ങളിലും എടുത്തു ചാടിയുള്ള ആൻസറിന് പകരം സമാധാനത്തോടെയുള്ള ആൻസേഴ്സ് കൊടുക്കുക. ആൻസർ പറഞ്ഞില്ലെങ്കിൽ അത്രയും നല്ലത്. ബി കാം, ജസ്റ്റ് ലിസൺ, ഡോണ്ട് അവോയ്ഡ് ദം. അവരെ ശ്രദ്ധിക്കുക. അവർക്ക് ഒരിക്കലും തോന്നരുത് അവർ പറഞ്ഞത് നമ്മൾ മൈൻഡ് ചെയ്യാതെ അവരെ എതിർത്ത് പോയതാണ് എന്ന് തോന്നരുത്. അവർ പറഞ്ഞത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് അവർ പറഞ്ഞതിനോട് അതേ രീതിയിൽ പെരുമാറാൻ പറ്റുന്നില്ല. പക്ഷെ ദേഷ്യപ്പെടേണ്ട. ശരിക്കും നിങ്ങൾക്ക് എന്താ ഒപ്പീനിയൻ ഇതിനോട്? എന്താ അഭിപ്രായം? എന്താ അങ്ങനെ ചെയ്യുന്നതിനോടുള്ള അഭിപ്രായം എന്താ? ഒന്ന് പറയാമോ? എനിക്ക് ആരും അനങ്ങാതിരിക്കുന്നോണ്ടേ, ശരിക്കും എല്ലാരും ഉണ്ടോ? ഉണ്ട് മാം. ഓക്കെ, ശരിക്കും എന്താ ഫീലിങ്സ്? എന്താ തോന്നുന്നത്? നമ്മുടെ സെൽഫിനെ മാം, കണ്ടെത്താൻ. ഞാനിത് പറഞ്ഞോളൂ. പറഞ്ഞോ മാം. ഓക്കെ മാം, ഞാനിത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു സൈലന്റ് എന്ന് പറഞ്ഞ കാര്യം പ്രത്യേകിച്ചും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ റിയാക്ട് ചെയ്യാറില്ല. റെസ്പോണ്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് മുഖഭാവം കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ചിരി കൊണ്ട് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കിയെന്ന് പറ്റും. പക്ഷെ അതിന്റെ റിസൾട്ട് അമേസിംഗ് ആണ് മാം. പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും ഈസി മെത്തേഡാണ് മാം ഇപ്പൊ ഈ ക്ലാസ് എടുത്ത എല്ലാ കാര്യവും എനിക്ക് പറയാൻ പറ്റും. ലൈഫിലെ സ്ട്രഗിൾസ് മാറ്റാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മാത്രം മതി ഞാൻ പറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അതുപോലെ നമുക്ക് വേറൊരെണ്ണം ഉണ്ട് കേട്ടോ. അതായത് ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അതായത് നമ്മള് ഒരാള് നമ്മളെ ചില മനുഷ്യർ അങ്ങനെയില്ലേ, നമ്മുടെ തെറ്റുകൾ മാത്രം കാണുന്നു ചില മനുഷ്യരുണ്ട്, അല്ലെ? അവരോട് നമുക്ക് എന്ത് തോന്നും? വല്ലാത്ത ദേഷ്യം തോന്നും ആദ്യമൊക്കെ. നമുക്ക് അങ്ങനെയാ, അല്ലെ? ഈ തെറ്റ് പറയുന്ന, കുറ്റം പറയുന്ന, നമ്മളിപ്പോ ഒരു ഡ്രസ്സ് ഇട്ടോണ്ട് പോയാൽ പറയും, അയ്യോ ഈ ഡ്രസ്സ് ഇത് കൊള്ളൂല, ഈ കളർ ശരിയായില്ല കേട്ടോ, അല്ലെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ ശരിയായില്ല, അല്ലെങ്കിൽ നീ പറയുന്ന വേ ഓഫ് ടോക്കിംഗ് എന്തുകൊണ്ട് അപ്പൊ റെസ്പോണ്ട് ചെയ്തില്ല, ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചിലർ കാണും, അല്ലെ? പക്ഷേ നമ്മൾ അങ്ങനെയുള്ളവരോട് പോലും ഉണ്ടല്ലോ, നമ്മൾ ഒന്നും പറയണ്ട. അവരിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടാവും. നമ്മളെ പുകഴ്ത്തിയും ഉയർത്തിയും പറയുന്നവരെക്കാൾ നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന, അതായത് നമ്മുടെ കുറ്റം ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അത് നമ്മൾ ഈ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടും. ഒരാൾ പറയുന്നത് അത് അയാൾ യഥാർത്ഥത്തിൽ പറയുന്നതാണോ, അതോ നമ്മളെ ഒന്ന് ഇതാക്കാൻ വേണ്ടി, അതായത് നമ്മളൊന്ന്, ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ, നമ്മളെ മെഷർ ചെയ്യാൻ വേണ്ടി
ഒന്ന് പുകഴ്ത്തി പറഞ്ഞ, ഒന്ന് പൊക്കി പറഞ്ഞ ഇതങ്ങ് ആയിക്കോളുവോ എന്നൊക്കെ ചിന്തിക്കാൻ പറയുന്നവർ കാണും അല്ലെ, അങ്ങനെയുള്ളവരും കാണും. അപ്പോൾ അങ്ങനെയുള്ള രീതിയാണോ? ഇതൊക്കെ നമുക്ക് പറയാൻ ദൈവം നമുക്കൊരു ഇത് തരും, ഒരു ഇൻഡ്യൂഷൻ തരും നമുക്ക്. അത് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കോ, അമേസിങ് ആയിരിക്കും. മാം പറഞ്ഞ പോലെ വണ്ടർഫുൾ ആയിരിക്കും, സൂപ്പർ ആയിരിക്കും ആ എക്സ്പീരിയൻസസ്. ഇതൊന്നും പറഞ്ഞാൽ ഇത് ഫീൽ ചെയ്യാത്തവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. ഞാനൊന്നും ഈ കാണുന്ന ഞാനേ അല്ലായിരുന്നു. അതായത് ഞാനൊക്കെ ഒരു +2 ഡിഗ്രി ടൈം എന്ന് പറയുമ്പോൾ എന്റെ പരിസരത്തുള്ളവരോ ഒക്കെയാണ് ഈ ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് നല്ല, അതായത് എനിക്ക് സഹായിക്കണമെന്നും നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിലൊക്കെ പങ്കെടുത്തിട്ട് ഭയങ്കര ഇതൊക്കെ പോകും. പക്ഷെ എന്നാലും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതെന്താ അങ്ങനെ ചെയ്തത്, അതേപോലെ ഒരാൾ വീണെടുക്കുന്ന ഓടി ചെന്ന് രക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ അവിടെ പോലും നമ്മുടേതായ ധൃതി ഒന്നിനും പാടില്ല. ഈവൻ ഒരാൾക്ക് ഒരു അപകടം പറ്റുന്നതിന് പോലും, അല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തിന് പോലും ദൈവത്തിന്റെ കയ്യിൽ ഒരു റീസൺ ഉണ്ടാവും. അത് നമ്മൾ ഇടപെടണോ, അത് ഫാസ്റ്റ് ആയ ഒരു ഇടപെടൽ ഒരിക്കലും നല്ലതല്ല. നമ്മൾ എപ്പോഴും, ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് മനസ്സിലായി വരും. നമ്മൾ ചിലപ്പോൾ പെട്ടെന്നുള്ള നമ്മുടെ ഇടപെടൽ നമുക്ക് തന്നെ ധാരാളം പ്രോബ്ലംസ് ഉണ്ടാക്കും. പക്ഷെ നമ്മൾ കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇതൊക്കെ ചെയ്താലും ചില സമയത്ത് നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ കൺട്രോളൊക്കെ വിട്ടുപോകും അല്ലേ. നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് വഴക്കിടും. പക്ഷെ നമ്മൾ പ്രാക്ടീസിലൂടെ പതുക്കെ വളരെ സാവധാനം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഇന്നർ പീസ് കണ്ടെത്തണം. അത് ഉറപ്പായിട്ട് സാധിക്കും. അമേസിങ് ആയിരിക്കും. എനിക്കൊക്കെ എൻ്റെ ലൈഫിൽ ഈ ലാസ്റ്റ് 2 years എന്നൊക്കെ പറയുന്ന സഫറിങ്സിന്റെ അത് നമുക്ക് പറയാൻ പറ്റൂല. ഈ തേങ്ങയൊക്കെ പണ്ട് പത്തായത്തിൽ ഇങ്ങനെ ഇട്ട് സൂക്ഷിച്ചു വെക്കും അല്ലെ, എന്തായിരുന്നു റീസൺ? അത് അവിടെ കിടന്ന് ഉണങ്ങി നന്നായിട്ട് ഇങ്ങനെ ഇതായി വരും. അതുപോലെ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടാകും. അത് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഈ സ്ട്രഗിൾസ് നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ അതിൽ നമ്മളെ സ്ട്രോങ് ആക്കി ഏറ്റവും നല്ല വിത്ത്, ഏറ്റവും നല്ല പ്ലാന്റ് ആയിട്ട്, ഏറ്റവും നല്ല ട്രീ ആയിട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതി തന്നെയായിരിക്കും. അവിടെ നമ്മൾ തകർന്നു പോവാതെ ദൈവത്തിനോട്, അതായത് ഡിവൈനോട് കൂടുതൽ അടുത്ത് ഏറ്റവും ചേർന്ന് നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരാനുള്ള ഏറ്റവും നല്ല സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ തന്നെയാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സ്വാമിമാരിയ്ക്കുന്ന പോലെ മണിക്കൂറുകളോളം കണ്ണടച്ചിരുന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്ത് ജോലി ചെയ്താലും, നമ്മൾ ഹസ്ബൻഡിന് വേണ്ടി ചെയ്യുകയാണ് എന്നെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യുക. തിരിച്ച് ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ, എനിക്ക് കിട്ടിയ ഈ ഒരു അവസ്ഥ എൻ്റെ വൈഫിനെ സഹായിക്കാൻ, അല്ലെ എൻ്റെ ഹസ്ബൻഡിനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ, അതൊരു ഹെൽപ്പായിട്ടേ വിചാരിക്കണം. അത് നമ്മുടെ റോള് നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറമായി നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക. അതാണ് നമ്മുടെ ഇന്നർ സെൽഫ്. നമ്മുടെ ഇന്നർ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശാന്തത, സമാധാനം അല്ലെ. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ നമ്മള് ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ് കേട്ടോ. ഈ അമ്മയുടെ വയറിലേക്ക് വരുമല്ലോ, അപ്പൊ ദൈവത്തിനോട് പറയും, ഞാൻ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യൂല. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എൻ്റെ കർമ്മങ്ങളൊക്കെ ഇതാക്കി റിലീസ് ചെയ്ത് ഏറ്റവും നല്ലൊരു പേഴ്സൺ ആയിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് പറയും. ഓക്കെ. പക്ഷേ നമ്മൾ വീണ്ടും ഈ ഭയങ്കരമായ പ്രകോപനം നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് നമ്മളെ വളരെ വലുതായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും കാണും അല്ലെ. നമ്മൾ ആരുടെ ഒരു കുറ്റം പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിരുന്ന് നല്ല കുറെ കുറ്റങ്ങൾ പറയുന്നു. അപ്പൊ നമ്മൾ അറിയാതെ ഒരു കുറ്റം നമ്മൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും പെട്ടുപോയി. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണം, വീണ്ടും റിലാക്സ്ഡ്, വീണ്ടും നമ്മൾ വർക്ക് ചെയ്യണം കുറെ അല്ലെ. അയ്യോ ചെയ്ത തെറ്റ്. ശരിക്കും നമ്മൾ ഈ ഉംറയ്ക്ക് പോവുകയോ അല്ലെ, അല്ലെങ്കിൽ ഹജ്ജിന് പോവുകയോ ഒക്കെ ചെയ്യും. ഞാൻ ഒരു പ്രാവശ്യം പത്രത്തിൽ വായിച്ചതാണ്, ഒരു അച്ഛനും, നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, അവര് അച്ഛന്മാരും ഫ്രണ്ട്സ് ആയിരുന്നു. അതില് അതായത് ഒരാള് ഹിന്ദുവും ഒരാള് മുസ്ലിമുമാണ്. മരിച്ചിട്ട് ആ മോൻ ഹജ്ജിന് പോകുന്ന സമയത്ത് അത് അന്വേഷിച്ച് പത്തനംതിട്ടയിൽ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു, ആ വിജയനെന്നോ എന്തോ ആണ്, ഇപ്പൊ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നതാണ് കേട്ടോ. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഈ മോൻ കൊണ്ടുപോയി കൊടുക്കാനുണ്ടായിരുന്ന എന്തോ ഒരു എമൗണ്ട്, കുറച്ച് എമൗണ്ട് ആണ്, ഒരു 1000 സംതിങ്
5,000 8,000 അങ്ങനെ എന്തോ സംതിങ് ആണ്. അപ്പൊ അത് കൊണ്ട് കൊടുത്ത് ആ കടങ്ങളൊക്കെ തീർത്തിട്ടാണ് ഹജ്ജിന് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലെ, അതൊരു എമൗണ്ട് മണിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം തിന്മകള്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, പിന്നെ നമ്മളൊക്കെ ഒരു കുഞ്ഞു ജീവിയാണെങ്കിൽ ഒരു ഉറുമ്പിനെ, ഒരു കൊതുകൊക്കെ നമ്മൾ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ്, ഓക്കെ, അങ്ങനെ എന്തിനെല്ലാം നമ്മൾ ഉപദ്രവിക്കുന്നത് അല്ലെ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത, അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന മാക്സിമം കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കി നമ്മുടെ ഇന്നർ സെൽഫിനെ കണ്ടെത്താൻ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്താണ്? നമ്മുടെ സൈലൻസ് തന്നെയാണ്. സൈലൻസ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, 3-4 പ്രാവശ്യം ഇപ്പൊ ആയിട്ടുണ്ട്. കുറെ അവേഴ്സ് കണ്ണടച്ചിരുന്ന് ഏതോ വേറെ നമ്മളിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമായിരിക്കാം, പക്ഷെ അവിടം വരെ പോകുക എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മളെ തന്നെ കാമാക്കുക, നമ്മളെ തിരിച്ചറിയുക, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ, അത് ആരും ആയിക്കൊള്ളട്ടെ, നമ്മൾ വളരെ ഉപദ്രവിക്കുന്ന ആളോ, പക്ഷെ നമ്മൾ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഫാമിലി വി ട്രൈ ടു ലവ് ദം. ഞാൻ ഉറപ്പ് പറയുന്നു, അവർ നമ്മളെ സ്നേഹിച്ചിരിക്കും. എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും, നമ്മളെ എത്ര കഷ്ടപ്പെടുത്തിയവരാണെങ്കിലും അവർ ഉറപ്പായിട്ട് നമ്മളെ സ്നേഹിച്ചിരിക്കും. അത് ഉറപ്പാണ്, അത് ഡിവൈൻ അത് ചെയ്തിരിക്കും. നമ്മുടെ ചുറ്റിലുമുള്ള ആരെയും വെറുക്കാത്ത, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന നല്ല വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അതിന് നമുക്ക് ദൈവം സഹായിക്കട്ടെ. അതായത് നിങ്ങൾ പറയുമ്പം, നിങ്ങൾ ഈ കൊച്ചു കുട്ടികളെ കണ്ടിട്ടില്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ സ്കൂളിലൊന്നും പോയിട്ടില്ലാത്ത കുട്ടികൾ, അവർ വഴക്കിടും അല്ലെ, ശരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ അവർക്കും ടെൻഷനൊക്കെ ഉണ്ട്, അവർ കരയും, ബഹളം വെക്കും. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിയുമ്പം അവർ വീണ്ടും അതെല്ലാം മറന്ന് സന്തോഷമായിട്ടിരിക്കും അല്ലെ. പക്ഷെ നമ്മളോ എത്ര വർഷം കഴിഞ്ഞാലും പറയേ ഞാൻ മിണ്ടൂല അല്ലെ, അവരെന്നോട് അങ്ങനെ ചെയ്താണ് ഇങ്ങനെ ചെയ്താണ്, അങ്ങനെ ഒന്നും പറയാത്ത, എല്ലാത്തിനെയും ക്ഷമിച്ചു കൊടുക്കുന്ന അല്ലെ, വളരെ കാമായ, വളരെ കോയറ്റായ ഒരു മനസ്സിനുടമയായിട്ട് നമുക്ക് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ അപ്പൊ ധാരാളം പ്രശ്നങ്ങൾ നമ്മളെ തേടി വരും, അതൊന്നും ഈസി അല്ല. ഞാൻ എവിടെയോ വായിച്ചല്ല, ഒരു റീൽസിൽ ഞാൻ കണ്ടാണ് കേട്ടോ. അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, മുഖം ഓർക്കുന്നുണ്ട്. അതായത് അയാളുടെ ഒരു ആ ഫ്രണ്ട് ആഗ്രഹിച്ച്, എനിക്ക് ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട, എനിക്ക് എന്ത് വേണം, ദൈവത്തിനോട് മാത്രം ചേർന്നിരുന്നാൽ മതിയെന്ന്. അത് നല്ല ചിന്തയാണോ? അത് അയാൾ എക്സാമ്പിൾ വഴി പറഞ്ഞു തരുവാണ്. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം എന്തു പറ്റി, അയാളുടെ എല്ലാ ഫ്രണ്ട്സുകളും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഓരോ പ്രശ്നങ്ങളായിട്ട് അകന്നുപോയി. ബന്ധുക്കൾക്കൊന്നും താല്പര്യമില്ല. പക്ഷെ തിരിച്ചൊന്ന് ചിന്തിച്ചേ, ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം ദൈവമാണ്, എല്ലാം ദൈവത്തിന്റെ ഓരോ, നമ്മൾ ഇങ്ങനെ പറയും അല്ലെ, എല്ലാം തുമ്പിലും തൂണിലും തുരുമ്പിലും അല്ലെ, എല്ലാം, അതായത് ലിവിങ് തിങ്സിലും നോൺ ലിവിങ് തിങ്സിലും എല്ലാം ദൈവമുണ്ട്. അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അതിനെ ഓരോന്നിനെയും സ്നേഹിക്കണം. നമ്മളിപ്പോ ചെടികളെ സ്നേഹിക്കുന്നവർ വിചാരിക്കും ഇതിന് ജീവനുണ്ട്, നമ്മൾ അതിനെ അതേപോലെ സ്നേഹിക്കും അല്ലെ. നമ്മുടെ വീട്ടിൽ നല്ലൊരു ഫർണിച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് തൂത്തു തുടച്ച് വൃത്തിയാക്കി ഒക്കെ വെക്കും. കാരണം എന്താ, നമ്മൾ പൈസ കൊടുത്ത് വളരെ കാര്യമായിട്ട് വാങ്ങിയതാണ്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ ആക്കിയെടുക്കുക. ഓരോ മിനിറ്റും എന്ത് ചെയ്യണം, മനസ്സിനോട് കമ്പൽ ചെയ്ത് പറയരുത് ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കൂ എന്ന്. പകരം ശാന്തതയോടെ എന്താണോ വരുന്നത്, എന്ത് ചിന്തകളാണോ വരുന്നത്, ആ ചിന്തകൾ വരട്ടെ പോട്ടെ, നമ്മൾ ഹാപ്പി ആയിരിക്കുക, നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് നല്ലത് മാത്രമേ ദൈവം തരൂ അല്ലെ. അപ്പം ഇന്ന് പറഞ്ഞ പോയിന്റ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ആദ്യം നമ്മുടെ സെൽഫ് എന്താണെന്ന് തിരിച്ചറിയുക. 2, ഏത് പ്രോബ്ലത്തിലും, എന്ത് പ്രശ്നത്തിലും, എന്ത് സ്ട്രഗിൾസിലും നമ്മൾ എങ്ങനെ ഇന്നർ പീസ് കണ്ടെത്തണമെന്ന് പഠിക്കുക. പിന്നെ നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, നമുക്ക് എങ്ങനെ നമ്മുടെ മെഡിറ്റേഷന്റെ പവർ വളർത്തിയെടുക്കണം. ശാന്തമായിരിക്കുക, 5 മിനിറ്റ് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി. ഓക്കെ, അത് റെഗുലർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പം ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണെങ്കിലും കാമായിരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. 3 പോയിന്റ് ദിവസവും എഴുതുക.
ഞാൻ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യും. രാവിലെ എഴുതി വെക്കുക, രാത്രി ഇത് 3 ചെയ്തോ എന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ ബുക്ക് എടുത്തിട്ട് എന്നും എഴുതുക, റെഗുലർ ആയിട്ട്. ഓക്കെ, ഇന്ന് ഞാൻ ഈ 3 കാര്യങ്ങൾ ചെയ്യും. മെഡിറ്റേഷൻ നമ്മൾ എഴുതണമെന്നില്ല. എന്താന്ന് വെച്ചാൽ അത് നമുക്ക് പ്രാക്ടീസ് ആയിക്കോളും. അതല്ല അത് എഴുതുന്നെങ്കിൽ എഴുതിക്കോളൂ. 4 പ്രാവശ്യം, ഒരു ദിവസം 4 പ്രാവശ്യം ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. ആ ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ടിക്ക് ചെയ്തോളൂ. അത് ഒരു പോയിന്റ്. പിന്നെ അടുത്ത എന്താണോ ചെയ്യുന്നത് അത്. ഞാൻ പാട്ട് കേൾക്കുമെന്നാണെങ്കിൽ പാട്ട് കേൾക്കും, എനിക്കായിട്ട് ഞാൻ പാട്ട് കേൾക്കും, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ടിട്ട് വർഷങ്ങളായവരുണ്ടാവും. വീട്ടില് ഹസ്ബൻഡ് വെക്കുന്ന പാട്ട് മാത്രം കേട്ടിരിക്കുന്നവരുണ്ടാവും. ചാനലില് മക്കൾ വെക്കുന്ന പ്രോഗ്രാം മാത്രം കണ്ടിരിക്കുന്നവരുണ്ടാകും. കാർട്ടൂണൊക്കെ മാത്രം കാണാൻ ഭാഗ്യമുള്ള അമ്മമാരുള്ളവരുണ്ട്, അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ട്. കുഞ്ഞു മക്കളൊക്കെ ഉള്ളിടത്ത് അവർക്ക് ഇഷ്ടം എന്താണോ അത് മാത്രം കാണും. പകരം നമുക്കിഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, നമ്മളെ സ്നേഹിക്കുക. അതിനോടൊപ്പം നമ്മളെ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ സന്തോഷമായിട്ടിരുന്നാല്, നമ്മുടെ കുടുംബാംഗങ്ങൾ സന്തോഷമായിട്ടിരുന്നാലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ, അല്ലെ? അപ്പൊ എല്ലാം സന്തോഷമായിട്ട് വരും. ഞാൻ കുറേ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 9:20 ആവുന്നുണ്ട്, അല്ലെ? അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ടോപ്പിക് കൊണ്ട് കിട്ടിയത്? ഞാൻ വളരെ വലിയ ഇങ്ങനെ പറഞ്ഞ് ഇതാവാനുള്ള ഇതൊന്നും ഇല്ല. കുറെ പോയിന്റ്സ് ഒക്കെ എടുത്തിട്ട് പറയാൻ ശ്രമിച്ചതാണ്. നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം താങ്ക് യു ഫോർ ലിസണിങ്. ശരിക്കും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഹൈസം സാറിനും ഷഹിന മാമിനും എല്ലാവർക്കും കേട്ടോ, ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വരാൻ പറ്റിയതിന് ഒത്തിരി നന്ദി. പിന്നെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മളിങ്ങനെ പറയുന്നതിലൊന്നും അല്ല കാര്യം. നമുക്കിങ്ങനെ പറയാനൊക്കെ നല്ല സുഖ, അല്ലെ? കൂടിയിരുന്ന് 1 മണിക്കൂർ ഇരുന്ന് അല്ലെങ്കിൽ അരമണിക്കൂർ 10 മിനിറ്റ് ഒക്കെ പറയാൻ നല്ല സുഖ. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ മാറ്റരുത്. ഞാൻ ഇത് പറയുമ്പോഴുണ്ടല്ലോ, ഇത് പറയാൻ വിചാരിച്ചല്ല, പെട്ടെന്ന് വന്ന കേട്ടോ. എനിക്ക് 3 കുട്ടികളാണ്. അപ്പം കുഞ്ഞായിരുന്നപ്പം എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ മൂത്ത ആള് ജനിക്കുന്നതിന് മുമ്പേ തന്നെ മരിച്ചുപോയി. അപ്പൊ ഇവിടെ ഹസ്ബൻഡ് ഒരാൾ മാത്രം. അച്ഛനും റിട്ടയർഡായി, കുറെ ഏജ്ഡ് ഒക്കെ ആയിരുന്നു. അപ്പൊ അച്ഛനും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റൂല, ഹസ്ബൻഡും. അപ്പൊ ഈ 3 പേരെയും ഞാനുമായിട്ട് ഒരു യാത്ര, ഒരു ബഹളാണ്. രാവിലെ 8 മണിക്ക് സ്കൂളിൽ ചെല്ലണം. അപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ദൈവമായിട്ട് തന്നൊരു ചാൻസ് ആണ്. 6 മണിയാകുമ്പോൾ ഞാൻ ഈ 3 പേരെയും കൊണ്ട് അമ്പലത്തിൽ പോവായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതങ്ങനെ റെഗുലർ ആയിട്ട് ഇവർ 3 പേരുമായിട്ടൊന്നും നടക്കാറില്ല. എങ്കിലും അതെങ്ങനെയോ നടന്നു. ഇപ്പൊ ഞാൻ തിരിച്ച് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, ഉറപ്പായിട്ടും അതൊരു ഡിവൈൻ്റെ ഒരു കോളായിരുന്നു അത്. അപ്പൊ ഞാൻ ഇത് മെഡിറ്റേഷൻ ആണെന്നോ, അല്ല ഇതെനിക്കൊരു ഗ്രൗണ്ടിങ് ആണെന്നോ. ഞാൻ 3 പേരെയും ചെരുപ്പൊന്നും ഇടിപ്പിക്കില്ല കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടി ഇവിടുന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഞാൻ അന്ന് ചെരുപ്പിടാതെ പോകുന്നതിന്റെ റീസൺ, അമ്പലത്തിനകത്ത് കയറുമ്പോൾ ചെരുപ്പ് വെളിയിലിട്ടിട്ട് പോയാൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും എടുത്തിട്ട് പോകും, പിന്നെ ആ ടെൻഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യും? അതില്ല, 4 പേരും കൂടെ പോവും. തിരിച്ച് ഈ എൻ്റെ ഇളയാളൊക്കെ തീരെ ചെറുതാ, പ്ലേ ക്ലാസ്സിലൊക്കെയാണ്. അപ്പൊ ചന്ദനമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ രാവിലെ ചെല്ലുമ്പോൾ ഓരോരുത്തർക്ക് അത്ഭുതമാണ്, എങ്ങനെ ഈ ടൈമിൽ ഇങ്ങനെ വരാൻ പറ്റിയെന്നൊക്കെ. പക്ഷെ ഇപ്പൊ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ഇപ്പൊ കുറെ നമ്മള് കുറച്ചും കൂടെ അവരുടേതായ ലോകവും നമ്മൾ നമ്മുടേതായ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ കുറെ ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ നടക്കുന്നതായിരിക്കും. അത് ഏത് കാര്യമാണെങ്കിലും അതിന് അതിൻ്റെതായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനും, ഇതെല്ലാം നല്ലതിനായിരിക്കും. എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അത് നല്ലതിനായിരിക്കും. പ്രോബ്ലംസ് ആണെങ്കിൽ ഇതെനിക്ക് ഇപ്പൊ വരേണ്ടതായിരുന്നു, അത് റിലീസ്ഡ് ആയി പോയിക്കോളും. ഞാൻ അതിൽ ഓവർ സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല. എന്തിലും ഞാൻ കാമായിരിക്കും. നമുക്ക് മാത്രമല്ലല്ലോ പ്രോബ്ലംസ് ഉള്ളത്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണെന്ന്. ഒരിക്കലും അല്ല, എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്, അല്ലേ? ഞാൻ വിചാരിക്കും എനിക്ക് മാത്രമാണ്, നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആണെന്ന്. അങ്ങനെയൊന്നും അല്ല, എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്, അല്ലെ? പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. നമ്മുടെ ചിന്തകളാണ് അതിനെ എങ്ങനെ എടുക്കണം എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ഒരു മെഡിറ്റേഷൻ ഞാൻ 2-3 എണ്ണം ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചായിരുന്നു, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഒരെണ്ണം കൂടെ ചെയ്യാം, അല്ലെ? ഒരു 3 മിനിറ്റ്സ് നമുക്ക് ചെയ്യാം കേട്ടോ. അതായത് ഞാനൊന്ന് ജസ്റ്റ് പറയാം,
നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. റെഡിയാണോ? Yes, ma'am. Yes, ഓക്കെ, ma'am. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്ക് ചെയ്യാം. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എനിക്ക് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് എത്തുമോന്ന് അറിയില്ല. ജസ്റ്റ് കേട്ടോ. സാവധാനം കണ്ണുകൾ അടയ്ക്കുക. ശരിക്കും ഒരു ബ്ലൂ ലൈറ്റ് സ്ലോലി കം ഡൗൺ, പതുക്കെ, വളരെ പതുക്കെ ആകാശത്തുനിന്ന്, ബ്ലൂ ലൈറ്റ് ആണ് കേട്ടോ, ബ്ലൂ ലൈറ്റ് ആകാശത്തുനിന്ന് പതുക്കെ അതിങ്ങനെ വന്ന് നമ്മുടെ തലവഴി, നെറ്റി, നമ്മുടെ കണ്ണുകൾ, മൂക്ക്, വായ, ത്രോട്ട്, നമ്മുടെ കഴുത്തുകൾ, ഷോൾഡേഴ്സ്, കൈകൾ, നമ്മുടെ ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെ വളരെ പതുക്കെ നമ്മുടെ അരക്കെട്ട് വഴി മുട്ടിലേക്ക്, അതിനുശേഷം വളരെ സാവധാനം ആ ബ്ലൂ ലൈറ്റ് കാലുകളിലൂടെ ഭൂമിയിലേക്ക് നമ്മളെ വളരെ ബലമായിട്ട് ഭൂമിയുമായി കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ശക്തിയാൽ, ആ ബ്ലൂ ലൈറ്റിനാൽ ശോഭിക്കുന്നതായിട്ട് നമ്മുടെ ബോഡി ഏറ്റവും എനർജറ്റിക് ആവുന്നതായിട്ട്, നമ്മൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയ പേഴ്സൺ ആവുന്നതായിട്ട് ചിന്തിക്കുക. ഞാൻ ഏറ്റവും ഹാപ്പിയാണ്, എന്തെന്നാൽ ഞാൻ ഇന്ന് 1 മിനിറ്റ് ഏറ്റവും ശാന്തനായി, ഞാൻ ഏറ്റവും ഹാപ്പിയാണ്, എന്തെന്നാൽ ഞാൻ 1 മിനിറ്റ് ശാന്തനായി ഇരുന്നു. മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടെ പതുക്കെ കണ്ണുകൾ തുറന്നു. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിംഗ് യുവർ presence to us through your light. നന്ദി ദൈവമേ, നിന്റെ പ്രകാശത്തിലൂടെ ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം അറിയിച്ചു തന്നതിനും നന്ദി. ഞങ്ങളെ ശാന്തരാക്കിയതിനും സമാധാനം തന്നതിനും നന്ദി. ഓക്കെ, എല്ലാവരും ഉണ്ടോ? Okay, ma'am. ഓക്കെ, അപ്പൊ Ma'am. നമുക്ക് എന്തോ എന്തോ കേട്ടില്ല. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഒരു 2 മിനിറ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഒന്ന് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നിർത്തിയാലോ? യെസ് മാം, വളരെ നല്ല ഓക്കെ, ക്ലാസ് ആയിരുന്നു. വളരെ സൈലന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അത് പോയിന്റ് പറയുമ്പോഴത്തേക്കിനും നമുക്ക് കൂടുതൽ അതിന്റെ ആ ഡെപ്ത്നെസ് പിടികിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തൊട്ടേ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം, നമ്മൾ സ്ത്രീകൾ ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റ് പോലും കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയായിട്ട് ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അതെ, അങ്ങനെയുള്ള ഒരു ഭാഗമായിട്ടാണ് മാഡത്തിനെ ഇങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്. എനിക്കും ആ സെയിം എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു 5 മിനിറ്റ് സമയം
ഇല്ല ഇല്ല എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും കാണുകയില്ല. നമ്മളായിട്ട് പിന്നെ പാത്രം കഴുകുമ്പോഴാകട്ടെ, തുണി കഴുകുമ്പോഴാകട്ടെ, എങ്ങനെയെങ്കിലും നമ്മൾ അതൊന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ തന്നെ നമുക്ക് തന്നെത്താനെ അതങ്ങ് വന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ രണ്ടാമത് കാര്യം, നമ്മൾ എത്ര കോപത്തിലിരിക്കുന്നു അത്രയും കോപത്തിലായിരിക്കും മറ്റുള്ളവരും നമ്മളോട് സംസാരിക്കാനായിട്ട് ഇടവരിക. അതേസമയം നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അവരും വന്നിട്ട് എത്ര വയലന്റ് ആയിട്ട് വരുന്നവരാണേലും പെട്ടെന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചിട്ട് നമ്മുടെ ആ വൈബിൽ തന്നെ അവർ സംസാരിച്ച് നമ്മളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൻ ഇതുപോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എക്സാം ടൈം ആയിരുന്നു. അപ്പൊ അവൻ ഇച്ചിരി ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു അന്നത്തെ പരീക്ഷ. അപ്പം ബാഗ് ഒന്നും പാക്ക് ചെയ്തിരുന്നില്ല. പെട്ടെന്ന് വന്ന് കുളി കഴിഞ്ഞ് വന്ന് പൂജയൊക്കെ ചെയ്ത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബാഗിൽ നോക്കിയപ്പോ ഞാൻ ജസ്റ്റ് ചോദിച്ചു ഹാൾ ടിക്കറ്റ് എടുത്തോന്ന് ചോദിച്ചു. പിന്നെ എന്തെന്ന് വെച്ചാൽ അന്ന് വേറൊരു ബാഗായിരുന്നു കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ബാഗ് എടുത്തോണ്ട് ചോദിച്ചപ്പോഴത്തേക്കിനും അല്ല ഹാൾ ടിക്കറ്റ് എടുത്തോന്ന് ചോദിച്ചപ്പോഴത്തേനും അയ്യോ അമ്മ അത് എവിടെയാ വെച്ചേന്ന് അറിയത്തില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആകെ പുള്ളി ഒരു ഇതാകുന്ന പോലെ ഇരുന്നു. അപ്പൊ ഞാൻ തന്നെ ഇന്നലെ ഏത് ബാഗിലായിരുന്നു വെച്ചിരുന്നത്, ഏതൊക്കെ ബുക്കുകളായിരുന്നു, ഇങ്ങനെ ഞാനും കൂടെ കൂടി തപ്പാനായിട്ട് കൂടി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കൂൾ ഡൗൺ നമുക്ക് കണ്ടുപിടിക്കാം, ഈ വീട് വിട്ടൊരിടത്തും പോയിട്ടില്ല, റൂം വിട്ടൊരിടത്തും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാം ഡൗൺ ചെയ്തു. അപ്പം പിന്നെ അവന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവന് വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ വന്നിട്ട് ഞാൻ പ്രിൻസിയോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കോൺഫിഡൻസ് കൊടുത്തു. ഒരു 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പണ്ടി വന്നു. പക്ഷെ ഹാൾ ടിക്കറ്റ് കിട്ടി. അവൻ കൂളായിട്ട് പോയി എക്സാം എഴുതി എല്ലാം ഇതായി. ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫോർ ഹിം മീ ദ ബെസ്റ്റ് ഫ്രണ്ട്. അതുപോലെ ആയി. അങ്ങനെയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു 99% ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. അതെന്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ നമ്മളോട് അതിനുശേഷം ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം രാത്രി തന്നെ നാളത്തേക്കിനുള്ളതെല്ലാം ബാഗ് പാക്ക് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് അവൻ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്തു. രാവിലെ ലാസ്റ്റ് മൊമെന്റ് ഹറിയപ്പ് വേണ്ട എന്നുള്ളതൊക്കെ. അപ്പൊ അതിലെനിക്ക് സന്തോഷമാണ്. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഇടപെട്ടത് കാരണം അവനതൊരു പാഠമായി, അവൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തല്ലോ എന്നുള്ള ഒരു ഇതാണ്. മെഡിറ്റേഷന്റെ എനർജി നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുന്നതായിട്ട് അനുഭവപ്പെട്ടു. താങ്ക് യു സോ മച്ച് മാഡം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ബോബി മാം. താങ്ക് യു ഹൈസം സാർ. ഞാൻ അങ്ങോട്ടാ പറയുന്നത്. ഓക്കെ. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വന്നതിനും അതേപോലെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൈലൻസിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ലൈഫിൽ നമ്മൾ ഏറ്റെടുത്ത ഓരോ റോളുകളും ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണെന്ന് മറന്നു പോയത് കൊണ്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രതിസന്ധികൾ, അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കേണ്ട ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എത്രമാത്രം ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ള ആ ഒരു 5 മിനിറ്റ്സിന് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതിനപ്പുറം ഇപ്പോൾ ഈ ഒരു ഫ്രീ വെബിനാർ എടുക്കാൻ മാം വന്നതും നമ്മൾ ഇത് വേണ്ടി കണ്ടക്ട് ചെയ്തതും ഒക്കെ നമ്മുടെ കൂടെ നമ്മൾ എത്തി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൂടെ ഉള്ളവരും എത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടെയാണ്. നമ്മളെ ആ ഒരു സൈലൻസിലേക്ക്, ആ ഒരു പീസിലേക്ക്, ആ ഒരു സമാധാനത്തിലേക്ക് എത്താനുള്ള ആഗ്രഹത്തോടു കൂടെ മാം ഇവിടെ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ നമ്മുടെ മിറാലെക്സിന്റെ പേരിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ടാവും. പക്ഷെ നമ്മൾ മറ്റു പല ക്ലാസ്സിനേക്കാൾ അപ്പുറത്ത് ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക്, ഈ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടിയ അറിവുകളൊക്കെ നമ്മൾ അനുഭവങ്ങളാക്കി മാറ്റുക. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ അനുഭവങ്ങളിൽ അതിനെ നമ്മൾ ഒരു അറിവാക്കി മാറ്റുകയും ചെയ്യുക. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രാവശ്യം വന്ന പ്രശ്നങ്ങൾ പിന്നീട് ഒരിക്കലും നമുക്കത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അനുഭവങ്ങളെ നമ്മൾ എപ്പോഴും അറിവാക്കി മാറ്റിയിട്ട് മുന്നോട്ട് പോവുകയും അറിവിനെ നമ്മൾ അനുഭവമാക്കിയിട്ട് ജീവിതത്തിൽ
കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഒരു കാര്യം എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ തരാൻ മാം തീർച്ചയായിട്ടും വരണം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹൈസം സാർ. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഹായ് ബോബി മാം, ഹായ് കുറെ ഖദീജ. നാളുകൾക്ക് ശേഷമാണ് സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. ഉം. ഒരുപാട് നാളായി എല്ലാ സെഷനിലൊട്ട് അതെ വന്നിട്ട്. അതെ. ഉം. സുഖാണോ? സെഷൻ സുഖമാണോ? സുഖാണ്. അപ്പൊ ഉം. എവിടെയാണ് അപ്രത്യക്ഷമായതെന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇപ്പോഴാണ് ഉം. കാണാൻ ആ. പറ്റിയത്. നല്ല സെഷനായിരുന്നു. നമ്മുടെ സ്വന്തത്തിലേക്ക് തിരിച്ചു നോക്കുന്നതിന്റെ ആ ഒരു പ്രാധാന്യത്തെ പറ്റി, അതുപോലെ മറ്റുള്ളവരെ നമ്മളെടുത്ത് ദേഷ്യം കാണിക്കുമ്പം ആദ്യത്തെ ആ ഒരു കുറച്ച് സമയം നമ്മൾ സൈലന്റ് ആയിട്ടിരുന്നാല് നമ്മളെ ആ ഒരു ചേഞ്ചസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതൊക്കെ പലരും എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ മാം നന്നായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ മാമിന്റെ പ്രസന്റേഷൻ ടോണ് അത് പറയാതിരിക്കാൻ വയ്യ. സെഷൻ മൊത്തം ഒരു ഡീപ്പ് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തൊരു ഫീലാണ് ഉണ്ടായത്. അത്രയും കാമായിട്ടുള്ള സംസാരം, പക്ഷെ അത് അത്രയും പവർഫുൾ ആയിരുന്നു. കാമായിട്ടുള്ള ആ ഒരു സംസാര ടോണൊക്കെ നല്ല സെഷൻ ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യുടാ ഖദീജ. താങ്ക് യു സോ മച്ച്. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ സബിത രവി. ഞാൻ ഹൈസാം സാറിന്റെ കൂടെ വേറൊരു ബാച്ചിൽ ജോയിൻ ആയി. അവിടെ നിന്നാണ് എനിക്ക് ലിങ്ക് കിട്ടിയത്. ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഒരു മെഡിറ്റേഷന് വേണ്ടി കയറുന്നത്. ആ സമയം ഒന്ന് ഫ്രീ ആയപ്പോൾ കയറിയതാണ്. ആ ടോപ്പിക്കാണ് എന്നെ അട്രാക്ട് ചെയ്തത്. കാരണം നമ്മളൊരു തേടലിലാണ്. ഇനി എവിടെയാ എന്നെ ബെറ്റർ ആക്കേണ്ടതൊരു തേടലിലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ. എവിടുന്നെല്ലാം കിട്ടുന്നുണ്ടോ അവിടെയെല്ലാം ഒരു ഒഴിഞ്ഞ പാത്രമായിട്ട് ചെന്നിരുന്ന് റിസീവ് ചെയ്യാൻ എന്തൊക്കെയുണ്ടെന്ന് അത് അനുഭവിക്കാൻ എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മാം എന്ന് പറഞ്ഞ ആ ഒരു താളം ഉണ്ടല്ലോ, ശരിക്കും അവസാനം വരെ നമ്മളെ ഇരുത്തുന്നതായിരുന്നു എന്ന് പറയാൻ പറ്റും. എത്രയൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മളിവിടെ പോകുന്നുണ്ടെങ്കിലും ഇനിയും അറിയാനുണ്ടെന്നൊരു തോന്നലുണ്ടല്ലോ. അത് ശരിക്കും എനിക്ക് ഇവിടെ അവസാനം വരെ ഇരിക്കാൻ മാമിന്റെ ഓരോ വാക്കും, ചിലതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും മാം പറയുമ്പോഴാണ് ഒന്നുകൂടെ അത് ഓർക്കുന്നത്. ശരിക്കും സത്യമാണല്ലോ, പല സമയത്തും ഇത് ലൈഫിലൂടെ വന്നു പോയതാണല്ലോ, എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണല്ലോ എന്നുള്ളത് ഓർക്കുന്നത്. ഒരുപാട് സന്തോഷം മാം. ഇത്രയും നേരം ഈ ഒരു ടൈം എനിക്ക് ഏറ്റവും വർത്താക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സുബി. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. നല്ല ക്ലാസ് ആയിരുന്നു. ലാസ്റ്റ് മെഡിറ്റേഷനൊക്കെ അടിപൊളിയാണ്. അവിടെയൊക്കെയോ നമ്മളെ എത്തിച്ചു. പിന്നെ മാം പറഞ്ഞില്ലേ 6 മണിക്ക് അമ്പലത്തിൽ പോയി 8 മണിക്ക് മാമിന് സ്കൂളിൽ ടീച്ചറാണോ? അതെ അതെ. അപ്പൊ ടീച്ചർ പക്ഷെ നമ്മള് വിചാരിച്ചാൽ നമ്മൾ പോവും. കാരണം വെച്ചാൽ നമ്മള് എവിടേക്കെങ്കിലും ഒരു യാത്ര പോകണ്ടേ, നമ്മളെല്ലാ പിന്നെ എന്തുണ്ടെങ്കിലും എല്ലാ ജോലിയും നമ്മള് എന്താ പറയാ പെട്ടെന്ന് എടുത്ത് നമ്മൾ പോവും. പക്ഷെ നമ്മൾ അന്നൊരു യാത്ര ഒന്നും പോകുന്നില്ലെങ്കിൽ എല്ലാ അലസതയോടെ നമ്മൾ ഇരിക്കും അല്ലെ. പക്ഷെ മാം പറഞ്ഞ അതെ. മാതിരി കുറച്ച് മുമ്പൊക്കെ ഇപ്പൊ ഏകദേശമൊക്കെ പ്രായമായി തുടങ്ങി. നമുക്ക് കുറച്ച് മുമ്പൊക്കെ അതെ. നമുക്ക് 6 മണി 8 മണി എന്നുള്ള ആ ടൈം ആകുമ്പോഴത്തേനും എല്ലാ ജോലി തീർക്കാം. പക്ഷെ ഇപ്പൊ എത്ര ആയാലും അങ്ങോട്ട് എത്തി കിട്ടുന്നില്ല. അപ്പൊ മക്കളൊക്കെ ഏകദേശം വലുപ്പം വെച്ചു. മാം പറഞ്ഞ കൂടെ ഇല്ല മക്കളൊന്നും ഇല്ലല്ലോ. അതെ. അവര് അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യും. ഇപ്പൊ അതെ. ഞാനായാലും അവർക്ക് എന്റെ അവരുടേതായ മക്കളൊക്കെ ഇഷ്ടങ്ങളും അല്ലേ? അതെ 5:30 നമ്മളത് അക്സെപ്റ്റ് 5:45 ചെയ്യാം. ആകുമ്പോഴത്തേനും 5:45 ആകുമ്പോഴത്തേനും എന്റെ മക്കൾ എഴുന്നേൽക്കും. 3 പേരും. എനിക്ക് 3 പേര് എന്നിട്ട് 2 പേരെ ഞങ്ങൾ ആ. നിസ്കരിച്ച് ഓതുന്ന സമയത്ത് 2 പേരെ അപ്പുറത്ത് തിരിച്ചു. ചെറിയ മക്കളാ, ഒരു UKG ഫസ്റ്റ് ഉം. സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ. ആ ടൈമിൽ അവർക്കുള്ളത് പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ ഇവിടുന്ന് എന്റെ ഖുർആൻ ഓതും. ഇവർ 2 പേരും അതേമാതിരി ഞാൻ വൈകിട്ടും. അപ്പൊ എന്നോട് ചോദിക്കില്ല എന്റെ മക്കൾ എത്ര നേരത്തെ എഴുന്നേൽക്കുമോ? അപ്പൊ അധികം മക്കൾ എഴുന്നേൽക്കൽ 9 മണിക്ക്. ചിലപ്പോൾ വണ്ടിന്റെ ഓണടി കിട്ടാൻ മക്കളെ ബെഡ് നിർത്തിക്കൊണ്ട് വന്ന് കുളിപ്പിച്ച് അല്ലെ. അപ്പൊ പക്ഷെ അതെ. നമ്മള് അതൊരു ക്ലാസ് അവർക്ക് കൊടുക്കണം. ഇന്നും മക്കൾ അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പോഴാണ് അവര് രാവിലത്തെ ചെറിയ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് അവരൊന്നും കിടത്തുണ്ടാവും. ഇപ്പോഴത്തെ എല്ലാ മക്കളും അങ്ങനെ തന്നെ. അപ്പൊ 6 മണിക്ക് അത് നമ്മള് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതല്ലേ അപ്പൊ ടീച്ചർ പറഞ്ഞ മാതിരി അമ്പലത്തിലേക്ക് പോകുമ്പോ ആ 3 കുഞ്ഞു മക്കളെ കൊണ്ട് പോകുമ്പോ ടീച്ചർ പറഞ്ഞ എല്ലാവർക്കും ഒരു അതിശയം ഉണ്ടാവും അല്ലെ. വലിയവര് വരുന്ന മാതിരില്ല. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ആഘോഷങ്ങളോ അതെ. നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ അധികം മക്കളെ ഒന്ന് നേരത്തെ ചില അധികം ടൂറ് പോവുക ആ സമയത്തൊക്കെയുള്ള മക്കൾ നേരത്തെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവുക.
അതുപോലെ മാം പറയില്ലേ അതെ. ഹജ്ജിന് പോകുന്നൊരു പിന്നെ അവരുടെ കഥ നമ്മുടെ ഹജ്ജിന് പോകുമ്പോ നമ്മൾക്ക് പിറന്ന പടി പോകണം എന്നാ. നമ്മൾ പിറന്നാൽ എങ്ങനെ നമ്മൾക്ക് ഒരു തെറ്റുകുറ്റങ്ങളോ ബാധ്യതകളോ ഒന്നുമില്ല. അപ്പൊ അതുപോലെ നമ്മൾ പോകണം. എല്ലാം ആരോടെ എന്തെങ്കിലും പറഞ്ഞിക്കാണെങ്കിൽ അത് നമ്മൾ അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ച് കൊടുക്കാനുള്ളത് കൊടുത്ത് അതേമാതിരി വന്നിട്ട് അങ്ങനെ തന്നെ കേട്ടോ. പക്ഷെ ഇപ്പോഴൊക്കെ അതെ. എന്താ പറയാ അങ്ങനെ അല്ല, കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ വന്നിട്ട്. പിന്നെ അതേമാതിരി എല്ലാത്തിനും മേമിന്റെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. മാം പറഞ്ഞ മാതിരി നമ്മൾ എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. നമ്മള് എടുത്തു ചാടിയാല് മറ്റേവര് പറഞ്ഞ മാതിരി എടുത്തു ചാടിയാല് പിന്നീട് നമ്മൾ ആലോചിക്കാൻ പറയേണ്ടില്ലായിരുന്നു അല്ലെ? അതെ. നമുക്ക് വിഷമാവും. ചിലപ്പോ തൊട്ടടുത്തവരോടോ നമ്മൾ ഏറ്റവും ബന്ധപ്പെട്ടവരോടോ ഒക്കെ ആയിരിക്കും അന്നേരത്തെ ഒരു ദേഷ്യത്തിന് നമ്മളത് പറഞ്ഞതായിരിക്കും, പിന്നെ അത് വേണ്ടില്ലായിരുന്നു വിചാരിക്കും. പക്ഷെ എന്താ പറയാ താഴ്ന്നു നിന്നാലോ നമ്മളെ തലയിൽ കയറുന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെയുണ്ട് അതെ. അല്ലേ? മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. പിന്നെ താങ്ക്സ്. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, സരംഗി ഹൈസം സാർ. ഹലോ മാം. ഹലോ, എന്തോ താങ്ക് യു പറഞ്ഞു. സോ മച്ച് ബോബി മാം. ഓക്കെ മാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഫീഡ്ബാക്കും ഏകദേശം എല്ലാവരും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മളിലുള്ള ആ ഒരു സ്വന്തത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒന്ന്, നമ്മളുടെ നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത്, സൈലൻസ്, അത് പ്രാക്ടീസ് ചെയ്യുക. ഹലോ, ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്തതെന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരുപാട് സോഴ്സ് ഉണ്ട് നമുക്ക് അറിവുകൾ കിട്ടാനായിട്ട്. അത് നമ്മൾ ചെയ്യുന്നതിലാണ് നമ്മൾക്ക് ഉണ്ടാവുന്ന നമ്മളെ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞതൊക്കെ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടത്. അപ്പൊ അതൊക്കെ എല്ലാവരും അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള ട്രെയിനേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ഇനിയും ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് വരും. അപ്പൊ അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. നല്ല ഫീഡ്ബാക്കുകൾ, മാമിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. ബോബി മാം, ഒരിക്കൽ കൂടി താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. വെൽക്കം. എങ്ങനെയാ മാം, നമ്മള് നിർത്തുമല്ലേ? താങ്ക് യു മാം, ക്ലാസ് സൂപ്പർ ആയിരുന്നു. ക്ലാസ് കേട്ടിരിക്കാൻ അടിപൊളിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും വരണോ ക്ലാസ് എടുക്കാൻ? ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ. ഓക്കെ. ഇനി ആരും പറയുന്നില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. താങ്ക് യു. താങ്ക് യു ഓൾ.